ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ എമ്പുരാന്, സിക്കന്ദർ, വീരധീര സൂരൻ, റോബിൻഹുഡ് തുടങ്ങിയ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ചിത്രങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു വിക്രം നായകനെത്തിയ വീരധീര സൂരൻ എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങളോട്ട് ചിത്രം രണ്ടാം വാരത്തിലോട്ട് കിടക്കുകയാണ്. ചിത്രത്തിന്റെ 6ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 2.5 കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് തമിഴ് പതിപ്പ് മാത്രം 2,40,00,000 രൂപയോളം സ്വന്തമാക്കിയപ്പോൾ തെലുങ്ക് പതിപ്പിന് 12 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 7ാം ദിനമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ ഒരു താഴ്ചയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം 2 കോടി സ്വന്തമാക്കുമ്പോൾ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 2,20,00,000 മുതൽ 2,50,00,000 രൂപ വരെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 27,60,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിനായിട്ട് 3,40,00,000 രൂപ ചിത്രം സ്വന്തമാക്കി. അങ്ങനെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യത്തെ 6 ദിവസം പിന്നിടുമ്പോൾ 31 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമായിരുന്നു. ഈ ദിവസമായിട്ട് സൽമാൻ ഖാൻ നായകനായിട്ടെത്തിയ സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയായിരുന്നു റിലീസിനെത്തിയിട്ടുണ്ടായത്. ഗജനി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം AR മുരുകദോസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങളൊന്നും തന്നെ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സൽമാൻ ഖാനൊപ്പം തന്നെ ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തമിഴിലെ പ്രിയ താരങ്ങളായിട്ടുള്ള കാജൽ അഗർവാളും സത്യരാജും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 3ാം ദിനവും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 22 കോടി രൂപയോളം ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം 4ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 15 മുതൽ 16 കോടി രൂപയോളം മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 88,75,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം 35 കോടി രൂപയോളം സ്വന്തമാക്കി. അങ്ങനെ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 123,75,00,000 രൂപയാണ് സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ട് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്ന ചിത്രം എന്ന് നോക്കിയാൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനെത്തിയ ചിത്രം ഇതുവരെയുള്ള മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ ടൊവിനോ തോമസും മഞ്ജു വാര്യരും പൃഥ്വിരാജും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. 6ാം ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം ചിത്രത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 8 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 8,20,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയപ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ കളക്ഷൻ മാത്രം ചിത്രം ഏകദേശം 9 കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് 7ാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 7.5 കോടി മുതൽ 8 കോടി രൂപ വരെ ചിത്രത്തിന് ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ 6 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 92,25,00,000 രൂപയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 130 കോടി രൂപ ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 225,25,00,000 രൂപയാണെന്നാണ് പുറത്തുവരുന്നത്. ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ ചിത്രം 250 കോടി ആദ്യ ആഴ്ചയിൽ തന്നെ പിന്നിടുന്നതായിരിക്കും. എന്തൊക്കെയാണ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ വിജയത്തിലോട്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നീങ്ങുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് 500 കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തെലുങ്കിൽ നിന്ന് 2 ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. 2 പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു. ഒന്നാമത്തെ ചിത്രം റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടെന്ന് നിതിനായിരുന്നു. നിതിനോടൊപ്പം തന്നെ ശ്രീലീല, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ബെങ്കി കുടുമുലു ആയിരുന്നു. ചിത്രത്തിന് വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. 5ാം ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം ചിത്രത്തിന് ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9,95,00,000 രൂപ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം 1,55,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 11,50,00,000 രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നും ചിത്രത്തിന് വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തെലുങ്കിൽ നിന്ന് റിലീസ് എത്തിയ ചിത്രമായിരുന്നു മാഡ് സ്ക്വയർ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ തെലുങ്ക് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്ന രീതിയിലോട്ടുള്ള വലിയ വിജയങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. 40 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ചിത്രത്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്ന നരേനെതിരെ, രാംനെതിരെ, മുരളീധർ ഗൗഡ് തുടങ്ങിയവരാണ്. കല്യാൺ ശങ്കറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. 5ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 3,30,00,000 രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വർക്കിംഗ് ഡേയിൽ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ചിത്രത്തിന് 6ാം ദിനമായിട്ടുള്ള ഇന്നും ബുക്കിംഗിൽ വലിയ ഇടിവുകളൊന്നും തന്നെ സംഭവിച്ചില്ല. ഇന്നും 3 കോടിക്ക് മുകളിൽ തന്നെ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നിട്ട് സ്വന്തമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 40,70,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് 11,80,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ ചിത്രം 5 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 52,50,00,000 രൂപ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 1ാം സ്ഥാനത്ത് കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനെടുത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് മലയാള സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീര വിജയമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന വലിയൊരു വിജയമായിട്ട് എമ്പുരാൻ മാറി എന്ന് ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ ആരൊക്കെയായിരിക്കും ബോക്സ് ഓഫീസിൽ വീഴുന്നതും ആരൊക്കെയായിരിക്കും ബോക്സ് ഓഫീസിൽ വാഴുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ചിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രമെന്ന് കമൻറ്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമകളുടെ വിശേഷങ്ങൾക്കും വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.